GTS എക്സ്പ്രസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിപ്പോൾ പാസഞ്ചർ സീരീസിൽ അടുത്ത ട്രെയിൻ പിടിക്കുകയാണ്. നമ്മളിപ്പോൾ കയറിക്കണ വണ്ടി എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം നാഗർകോവിൽ പാസഞ്ചർ വൈകിട്ട് 6 മണിക്ക് എടുക്കും. ഇപ്പോൾ സമയം 5:56. ലേറ്റായി. ഐ മീൻ ഇത് എക്സ്ചേറിങ്ങുള്ള വണ്ടിയാണ് നമ്മുടെ കൊല്ലം ട്രിവാൻഡ്രം പാസഞ്ചറായിട്ട്. അപ്പോൾ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് പുറത്തൊക്കെ പോയി ചായ കുടിച്ച് വന്നപ്പോഴേക്കും സമയം നമ്മുടെ ട്രെയിനിൽ നിന്ന് ഇൻട്രോ പറയുകയാണ്. അപ്പോൾ 5:56 നമ്മളിപ്പോൾ 6 മണിക്ക് വണ്ടി എടുക്കും. ആ കിടക്കണത് ട്രിവാൻഡ്രം കൊല്ലം പാസഞ്ചറാണ്. കുറച്ച് നേരത്തെ മുമ്പ് ഇവിടുന്ന് കുറച്ച് വണ്ടികളൊക്കെ പോയി. 5:35 ഇപ്പോൾ 5:30 നമ്മുടെ ഇൻ്റർസിറ്റി പോയി ഗുരുവായൂർ. പിന്നെ 45 നമ്മുടെ വഞ്ചിനാട് പോയി. ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ മലബാർ എക്സ്പ്രസിൻ്റെ MT കൊണ്ട് 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇട്ടെന്ന്. അവർ നേരത്തെ വിളിച്ച് പറയുമ്പോൾ ആൾക്കാർക്ക് സൗകര്യമാണെന്ന് തോന്നുന്നു. കാരണം ജനറൽ പോകുന്ന ആൾക്കാർക്ക് നേരത്തെ പോയി സീറ്റ് പിടിക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ വണ്ടി എടുക്കുമ്പോൾ കാണാം. ഓക്കെ, നമ്മുടെ വണ്ടീൻ്റെ തിരക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളാണ്. ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ തിരക്ക്. ഈ പറഞ്ഞ പോലെ എല്ലാ കോച്ചിലും സെയിം ലെവൽ തിരക്കാണ്. സീറ്റൊന്നുമില്ല. കാരണം റൈറ്റ് ഷെയറിംഗ് ഒന്നും വന്നില്ല കൊല്ലം ട്രിവാൻഡ്രം പാസഞ്ചറായിട്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ആൾക്കാർ ഇതിൽ നാഗർകോവിൽ സൈഡിലേക്ക് പോകുന്ന സ്റ്റോപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടി തന്നെ കയറണത്. അപ്പോൾ കുറേ പേരൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ട്രെയിനിൽ. പിന്നെ ഇവിടെ നിന്നുള്ള തിരക്കും കൂടി ആയപ്പോഴേക്കും ഫുള്ളായി. അപ്പോൾ എല്ലാ കോച്ചിലും സെയിം അവസ്ഥയാണ്. അപ്പോൾ ഇവിടുത്തെ ട്രെയിൻ ഈ ട്രിവാൻഡ്രം നാഗർകോവിൽ പാസഞ്ചർ ആണെങ്കിൽ ഫുൾ തിരക്കാണ്. സീറ്റ് പ്രതീക്ഷിക്കേണ്ട. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായി. നമ്മളപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ വണ്ടി ട്രിവാൻഡ്രത്ത് നിർത്ത്. ആ കാണുന്ന മലബാർ എക്സ്പ്രസിൻ്റെ റൈക്കാണ്. നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ടായി അപ്പുറത്തെ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ. വലിയ ആൾക്കാരില്ല. ഇറങ്ങാൻ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങിയിട്ടാ. ഇവിടെ മലയിലോട്ട് കയറുള്ളൂ. അങ്ങോട്ടാണ് മേളിലാണ് റോഡ് പോകുന്നത്. സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോകണം. അവിടെ സ്റ്റേഷൻ കൊള്ളാല്ലേ. നേരത്തെ സ്റ്റേഷൻ താഴ്ത്ത, ഐ മീൻ ടിക്കറ്റ് കൗണ്ട് താഴ്ത്തതാണ്. നല്ല മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പ് നെയ്യാറ്റിങ്കര. മിക്കവാറും ഇവിടെ കുറേ പേര് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ഫേമസ് സ്ഥലമാണല്ലോ. മിക്കവാറും ജോലിക്കാരാ. അതുകൊണ്ട് മിക്കവാറും ഇവിടെ ആൾക്കാർ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കുറേ പേര്. അപ്പോൾ നോക്കാം എന്തോരം തിരക്ക് ഇവിടെ ഇറങ്ങും. ബാക്കി എന്തോരം സീറ്റ് വേക്കൻ്റ് ആണ് നമ്മുടെ കോച്ചിൽ.
നെയ്യാറ്റിക്കര ഒരു 5 മിനിറ്റ് വന്നിട്ട് അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാനുണ്ട്, അവരൊക്കെ ഇറങ്ങി. പക്ഷെ ഇതുവരെ എടുത്തില്ല, കാരണം ഓപ്പോസിറ്റ് ലൈനിൽ നിന്ന് എന്ന് വെച്ചാൽ നമ്മുടെ നാഗർകോവിൽ സൈഡിൽ നിന്ന് ഒരു മെമു വന്നിട്ടുണ്ട്, കന്യാകുമാരി കൊല്ലം മെമു. അപ്പോൾ അത് വന്നുകൊണ്ട് നമ്മളിവിടെ പിടിച്ചിട്ടേക്കാം. അതിഞ്ഞ് വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, കാരണം സിംഗിൾ ലൈനാണല്ലോ, അതിനുവേണ്ടി വെയിറ്റിംഗാണ്. കന്യാകുമാരി കൊല്ലം മെമു നെയ്യാറ്റിക്കര സ്റ്റേഷനിലാണ് ഇപ്പോൾ ട്രെയിൻ ഇവിടെ കിടക്കാം. നേരത്തെ പറഞ്ഞ പോലെ കന്യാകുമാരി കൊല്ലം മെമു വന്നിട്ടില്ല, അത് വരുമ്പോഴേക്കും എടുക്കും, നല്ല ഡിലേ ഉണ്ട്. അത്യാവശ്യം ആൾക്കാർ ഇറങ്ങി, പക്ഷെ അങ്ങനെ ട്രെയിൻ ഫ്രീ ആയിട്ടൊന്നുമില്ല. നമ്മുടെ വണ്ടിയിൽ നിന്ന് തന്നെ അത്യാവശ്യം ആൾക്കാർ നെയ്യാറ്റിങ്കര ഇറങ്ങിയതാണ്, പക്ഷെ നല്ല തിരക്കുണ്ട്. ഏകദേശം നെയ്യാറ്റിങ്കര ആകുമ്പോഴേക്കും ആൾക്കാർ ഇറങ്ങി ഫുള്ള് തിരക്ക് പോകുന്നു, പക്ഷെ പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ധനുവച്ച് വരുമ്പോൾ അങ്ങനെ കേരളത്തിലെ സ്റ്റോപ്പ് അടുക്കാറായി, തീരാറായി. ഇനിയിപ്പോൾ തമിഴ്നാട് കയറാറായി, അതിനുള്ളിൽ എല്ലാവരും ഇറങ്ങുമായിരിക്കും. ഇപ്പോൾ ഈ കായംകുളം അല്ല കന്യാകുമാരി കൊല്ലം മെമു ഒന്ന് പാസ്സായി പോകാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം. അങ്ങനെ മെമു എത്തി, ഇപ്പം നമുക്ക് സിഗ്നൽ കിട്ടും. മെമു എത്തി, മെമുവിന് സിഗ്നൽ കിട്ടി, നമുക്ക് ഇതിൽ സിഗ്നൽ കിട്ടിയിട്ടില്ല. മെമുവിന് സിഗ്നൽ കിട്ടി. മെമു വന്നു, മെമു പോയി. അങ്ങനെ നമുക്ക് സിഗ്നൽ കിട്ടി, നമ്മുടെ അടുത്ത്. വണ്ടി ഒന്ന് ലേറ്റായി മെമു കാരണം സിംഗിൾ ലൈൻ ആയതുകൊണ്ട് അതിവിടെ വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ കടയിരിക്കും കേട്ടോ, ഇവിടെയാണ് അതിന് മെയിൻ സ്ഥലം ടിക്കറ്റൊക്കെ എടുക്കണത്. അങ്ങനെ നെയ്യാറ്റിങ്കര ഒരു എത്ര മിനിറ്റ് കിടന്നല്ലോണം, 15-20 മിനിറ്റ്. ഇത്ര നേരം കഴിഞ്ഞ് നെയ്യാറ്റിങ്കരയിൽ നമ്മൾ വിട പറയുകയാണ്. ഇപ്പോൾ അടുത്ത സ്റ്റേഷനിലേക്കുള്ള യാത്ര. അമരവിള സ്റ്റേഷനെത്തി അല്ലേ? ധനവച്ചപുരം എത്തി. ധനവച്ചപുരം എത്തിയപ്പോൾ ഇറങ്ങി. ആരും ഇല്ല ഈ സ്റ്റോപ്പിൽ, ഇറങ്ങാനാണ് ആൾക്കാർ നോക്കുന്നത്, കയറാൻ ആരും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഈ വണ്ടി ഇവിടെ വെച്ച് കാലിയാവും. ഇവിടെ ചിലപ്പോൾ മലയാളീസ് എല്ലാവരും ഇറങ്ങും. ആ കേരളത്തിലെ ആ സ്റ്റോപ്പല്ലേ ഇവിടെ. പാറശാല അത്യാവശ്യം ആൾക്കാർ ഇറങ്ങി. ഇവിടെ കർവിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പുറത്തേതാണ് വണ്ടി. ഇത് വിവേക് എക്സ്പ്രസ് ആണ്. ദിബ്രുഗർ കന്യാകുമാരി അല്ല, കന്യാകുമാരി ദിബ്രുഗർ വിവേക് എക്സ്പ്രസ്. ഇത് അങ്ങോട്ട് പോവാം. ഇപ്പം സമയം 7 രാത്രി 11 സംതിങ് എന്തോ ആണ് ഈ വണ്ടി നമ്മുടെ ടൗണിലെത്തണം. 11 12 മണി അടുത്ത്. അപ്പോൾ ഇപ്പോൾ പാൻട്രിക്കാനാണ് കണ്ടത്, കയറാണ് കണ്ടത്. കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ദിബ്രുഗറിലേക്ക് പോകണത്. ഇതാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന വണ്ടി. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും അടിയിലെ കന്യാകുമാരിയിൽ നിന്നും അസാമിലെ ഒരു സ്ഥലമായ ദിബ്രുഗറിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് റണ്ണിങ് ട്രെയിനാണ്, ലോങ്ങസ്റ്റ് ഇന്ത്യയിൽ.
അതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ ഈ വണ്ടി പാർസല് വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് കയറാൻ സിഗ്നൽ ഇച്ചിരി സ്ലോ ആയി. നമ്മളെ വിട്ടു, അവരും വിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ ലാസ്റ്റ് പോയി പാർസല എത്തിയിരിക്കുന്നു. പാർശാല ഇതാണ് ട്രെയിനിലത്തെ അവസ്ഥ. ഇപ്പോൾ പാർശാല കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ഇറങ്ങി, കുറവാണ് ആൾക്കാർ. കുളത്തുറൈ വെസ്റ്റ് എത്തി നമ്മൾ. ഇതേത് സംസ്ഥാനമാണ്? തമിഴ്നാട്. കേരളം വിട്ടു തമിഴ്നാട് എത്തി. പിന്നെ ഫസ്റ്റ് സ്റ്റോപ്പ് തമിഴ്നാട്ടിലെ ഫസ്റ്റ് സ്റ്റോപ്പ് കുളിത്തുറൈ വെസ്റ്റ്. ഇനി അടുത്ത കുളിത്തുറൈ. ഇത് കുളിത്തുറൈ വെസ്റ്റ്. ഇനി അടുത്ത സ്റ്റോപ്പിൻ്റെ പേര് ജസ്റ്റ് വെറും കുളിത്തുറൈ. ഏതോ വണ്ടി വരാനുണ്ടോ? അതേ ആൾക്കാർ നിൽക്കണ്ടല്ലോ. ഉണ്ടോ ഇത്ര പേര്? ഏത് വണ്ടിയാണ് ഇപ്പോൾ ഇത്ര സമയം? കുളിത്തുറ എത്തിയപ്പോഴേക്കും എല്ലാവരും പോയി. നമ്മുടെ കോച്ചിനാണെങ്കിൽ ഇതാണ് നമ്മുടെ അവസ്ഥ. കോച്ചിൻ്റെ മിക്കവരും ഇറങ്ങി. സീറ്റ്സും വെയിറ്റ് ഉണ്ടായി. കുളിത്തുറ എത്തിയപ്പോഴേക്കും ട്രെയിനും കാലിയായി. ഇനിയുള്ള സ്റ്റോപ്പിലേക്ക് കുറച്ച് പേര് ഇറങ്ങുമായിരിക്കും. ഏതായാലും തിരക്കില്ല ഇപ്പോൾ, ഒന്നുമില്ല. മിക്ക ആൾക്കാരും ഇറങ്ങി. അങ്ങനെ കുളിത്തുറ എത്തിയിട്ട് കുറേ അധികം നേരമായി. നമ്മുടെ ട്രെയിൻ ഇവിടെ തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ കേൾക്കാൻ അനൗൺസ്മെന്റ് കേട്ടാൽ മനസ്സിലാവും. നാഗർകോയിൽ ട്രിവാൻഡ്രം നോർത്ത് എന്ന് വെച്ചാൽ കൊച്ചുവേളിയിലേക്ക് ഒരു പാസഞ്ചർ ഉണ്ട്. പാസഞ്ചർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പിടിച്ചിട്ടാണ്. കാരണം സിംഗിൾ ലൈനാണ് ഈ ട്രാക്ക്, ഈ ഒരു സെക്ഷൻ. അതുകൊണ്ട് നമ്മൾ ഇവിടെ കുളിത്തുറയിൽ കിടക്കുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. വണ്ടി ഇവിടെ കിടക്കും. ബൊമ്പോ കുറേ പട്ടികളുണ്ടല്ലോ, പണിയാവോ? ഇപ്പോൾ പോസ്റ്റ് തന്നെ വണ്ടി വരുന്നുണ്ട്. നാഗർകോയിൽ ട്രിവാൻഡ്രം നോർത്ത് പാസഞ്ചർ. അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഇവിടെ നിന്ന് കയറാനുണ്ട്. അങ്ങനെ അത്രയ്ക്ക് വലിയ യാത്രക്കാരില്ലാന്ന് തോന്നുന്നു ഈ ടൈമിന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച്. ഇവിടെ നാഗർകോയിൽ മുതൽ ഇവിടെയും വരെയും തിരക്കില്ല. ചിലപ്പോൾ നമ്മുടെ പാറശാല കഴിഞ്ഞ് ചിലപ്പോൾ അവിടെ നിന്ന് ചെറിയ സ്റ്റോപ്പ് ഉണ്ട് നാട്ടിൽ, നെയ്യാറ്റിൻകര പാറശാലൊക്കെ. അവിടെ നിന്ന് ആൾക്കാർ ചിലപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് പോകാൻ ചിലപ്പോൾ കയറുമായിരിക്കും. സ്ലീപ്പർ കോച്ചൊക്കെ തുറന്നിട്ട് കൊടുത്തണം. ഏത് വണ്ടിയാണിത്? ഇത് നമ്മുടെ രാജറാണി എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നുണ്ടോ? രാജറാണി എക്സ്പ്രസിന്റെ റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രം നിലമ്പൂരിൽ കണ്ട്. അങ്ങനെ നമുക്ക് പോസ്റ്റ് തന്ന വണ്ടി നാഗർകോയിൽ ട്രിവാൻഡ്രം നോർത്ത് പാസഞ്ചർ ഇവിടെ എത്തിയതിനു ശേഷം നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഈ വണ്ടി എന്ന് പറയുന്നത് രാജറാണി എക്സ്പ്രസ് ആണ്. എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം നിലമ്പൂർ വണ്ടി ഉണ്ടല്ലോ, ഇതിന്റെ ബോഡി നോക്കിയാൽ കാണാം നിലമ്പൂർ ഷൊർണൂർ. എന്ന് വെച്ചാൽ ഇത് രാജറാണി എക്സ്പ്രസ് ആയിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് നിലമ്പൂർ പോകും. അതായത് നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറായിട്ട് ഓടും. അതേപോലെ തിരിച്ചിവിടെ തിരുവനന്തപുരം വരുവാണെങ്കിൽ ഈ വണ്ടി എന്താണ് നാഗർകോയിൽ പാസഞ്ചറായിട്ട് ഓടും. അതുകൊണ്ട് ആ ബോർഡിലുണ്ട് നാഗർകോയിൽ ട്രിവാൻഡ്രം നോർത്ത് നിലമ്പൂർ റോഡ് ഷൊർണൂർ ജംഗ്ഷൻ. 4 സ്ഥലത്തിന്റെ പേരും ഇതിന്റെ ബോർഡിലുണ്ട്. നമ്മൾ കുളിത്തുറൈ കുറേ സമയത്തിന് ശേഷം ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ 8:05 നമ്മൾ നാഗർകോയിൽ ജംഗ്ഷൻ എത്തേണ്ടത്. നമുക്ക് ഇനി ഒരു 3-4 സ്റ്റോപ്പും കൂടി ഉണ്ട്. അപ്പം എന്തായാലും വണ്ടി ഒന്ന് ലേറ്റ് ആവും അവിടെ എത്തുമ്പോൾ. ബിഫോർ ടൈം വരുമെന്ന് ചോദിച്ചാൽ, പക്ഷെ നമുക്ക് ഇങ്ങോട്ട് നമ്മൾ കാരണമല്ല, ഓപ്പോസിറ്റ് വന്ന ട്രെയിൻ 2 ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയിപ്പോയി. ഇനിയിപ്പോൾ 2 സ്റ്റേഷൻ ഉണ്ട് ഇടയിൽ. ഇപ്പോൾ രാത്രിയാണ് മര്യാദയ്ക്ക് ഒന്നും കിട്ടുന്നില്ല ക്യാപ്ചർ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എത്തണ വരെ അതാത് സ്റ്റേഷനിലെ ക്ലിപ്സ് മാത്രമേ ആഡ് ആക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഇനി 3-4 സ്റ്റോപ്പ് കഴിഞ്ഞാലാണ് നാഗർകോയിൽ ജംഗ്ഷൻ എത്താമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനും ഇല്ലല്ലോ. അതുകൊണ്ട് ഓരോ സ്റ്റേഷൻ ക്യാപ്ചർ ചെയ്യും.
എരണിയിലെത്തി. ഈ സെക്ഷനിലെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു മെയിൻ സ്റ്റേഷനാണെങ്കിൽ ഇത് കഴിഞ്ഞ് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ നാഗർകോവിൽ ടൗൺ എത്തും. അത് കഴിഞ്ഞാൽ നാഗർകോവിൽ ജംഗ്ഷൻ. ഇവിടെ ഇറങ്ങാനും ആരും ഉണ്ടായില്ല, കയറാനും ആരും ഉണ്ടായില്ല. നിർത്തി അപ്പം തന്നെ എടുത്തിട്ട് പോയി. ഈ അടുത്ത സ്റ്റോപ്പ് നാഗർകോവിൽ ടൗൺ, അതിന് നാഗർകോവിൽ ജംഗ്ഷൻ. നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം എന്നാലും ആരുമില്ല ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ട്രിവാൻഡ്രം നാഗർകോവിൽ പാസഞ്ചറിലാണെങ്കിൽ കൂടുതൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇറങ്ങും. ഇപ്പോൾ പാർസലാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ തന്നെ അത്യാവശ്യം ആൾക്കാരെല്ലാവരും ഇറങ്ങിപ്പോയി. പിന്നെയുള്ള കുറച്ച് കുളിത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്തും അതേപോലെ എരണിയൽ അങ്ങനെ കുറച്ച് ചില സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിൽ ആൾക്കാർ കൂടുതൽ ഇറങ്ങും. അപ്പോൾ ഇപ്പോൾ നാഗർകോവിൽ ജംഗ്ഷൻ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രം നാഗർകോവിൽ പാസഞ്ചറായിരുന്നു. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 20 രൂപയായിരുന്നു. തിരക്കാണ്, ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ തിരക്കാണ്, നോക്കണ്ട, നിന്ന് തന്നെ കൊണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ആൾക്കാർ ഇറങ്ങുമ്പോൾ സീറ്റ് കിട്ടും. നേറ്റങ്ങരയ്ക്കാണ് ആദ്യം നേറ്റങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യം കൂടുതൽ ആൾക്കാർ ഇറങ്ങിയത്. പിന്നീട് പയ്യെ മെയിൻ സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്ക് അത്യാവശ്യം ആൾക്കാർ ഇറങ്ങും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിനി നാഗർകോവിൽ ജംഗ്ഷൻ ഇറങ്ങട്ടെ. വണ്ടി ലേറ്റാണ്, 8:05 സമയത്ത് ബെറ്റ് ചെയ്ത് വെച്ചിട്ടേ. കാരണം 2 ട്രെയിൻ നമുക്ക് ക്രോസിങ്ങിന് കിട്ടി. അത് ലേറ്റ് ആയിട്ട് ഓടിയോണ്ട് നമ്മൾ ലേറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ജസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് നാഗർകോവിൽ ഔട്ടർ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ അടുത്ത വീഡിയോ കാണുമായിരിക്കും. നാഗർകോവിൽ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ആളെനിക്കൊന്നും ഇല്ലേ?